അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് മതിലിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഗ്രില്ല് ഫിറ്റാക്കലാണ്. അത് പല മെറ്റീരിയൽ പല ടൈപ്പിൽ ചെയ്യുന്നവരുണ്ട്. അതായത് ഷീറ്റോട് ചെയ്യുന്നുണ്ട്, സ്ക്വയർ കമ്പിയോട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സ്ക്വയർ പൈപ്പോടും ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പാണ്. 2x2 പൈപ്പ് ലെഗായിട്ടും, പിന്നെ വിലങ്ങനെ ഇടുന്ന പൈപ്പ് 3/4, കുത്തക്കിട്ട പൈപ്പ് 1.5/3 അത് ഫുള്ള് 3/4 കാണുന്ന വിധത്തിലാണ് നമ്മൾ ആ 1.5/3 ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം 16 gauge പൈപ്പാണ്, അപ്പോളോൻ്റെ പൈപ്പാണ്. അതിനായിട്ട് നമ്മൾ ഒരു ഏരിയ 3ആയിട്ട് തിരിച്ചിട്ട് അത് 3 കള്ളിയാക്കിയിട്ട് അതിൽ 2 കള്ളിയിൽ 3 അടിയും 1 കള്ളിയിൽ 2.5 അടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാ പൈപ്പും കുത്തൊക്കെ ഇടുന്ന പൈപ്പ് മൊത്തമായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് 2 സൈഡും. അതിന് എന്തെങ്കിലും കയറിക്കൂടും, മതിലിൻ്റെ സൈഡിലായതുകൊണ്ട് എന്തെങ്കിലും കയറിക്കൂടണ്ട എന്നുള്ള നിലക്ക് ഫുള്ളായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം ഒന്നാമത് നായശല്യമാണ്. വീട്ടിന് ചുറ്റും മതിൽ കെട്ടി ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നായി മതിലിൻ്റെ മുകളിലൊക്കെ ചാടിയിട്ട് വീട്ടുമുറ്റത്ത് വരാറുണ്ട്. മിക്ക വീട്ടിൽ അലക്കാലിൻ്റെ സൈഡ്, അതുപോലെ അപ്പുറത്തെ വീട്ടിലെ മതിൽ കുറച്ച് താഴ്ചയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട് കുറച്ച് ഹൈറ്റ് കൂടുതലാണെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ നായി ഇപ്പുറത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഗേറ്റ് വെച്ച് കഴിഞ്ഞാലും മതിൽ ഫുള്ളായിട്ട് ചുറ്റി കെട്ടിക്കഴിഞ്ഞാലും ആ മതിലിൻ്റെ മുകളിൽ കൂടി ചാടിയിട്ട് ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു പൈപ്പ് ഇട്ടിട്ട് മൊത്തത്തിൽ കവർ ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ നായിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കുറേ നായിൻ്റെ കൂടപ്പുറത്തിനെ പോലത്തെ കുറച്ച് ആൾക്കാർ എന്താക്കൂ, നായ് സംരക്ഷണം, മൃഗസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ പൊല്ലാപ്പായിട്ട് മാറും. അപ്പോൾ വീട്ടുകാർക്ക് ഏറ്റവും സേഫായിട്ട് ഇങ്ങനെ ഗ്രില്ലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരാണ്ടിരിക്കാനുള്ള പരിപാടി നോക്കല ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെ വർക്ക് ഫുള്ളായിട്ടൊന്ന് കാണുക. ഇതേപോലത്തെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ വെൽഡിങ് സംബന്ധിച്ച് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ വർക്കിന് അളവെടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൊട്ടേഷൻ തരുന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൻ്റെ കാര്യങ്ങളും എന്തെല്ലാം മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരാളെ നിങ്ങൾ വിളിച്ചിട്ട് കൊട്ടേഷൻ എടുക്കുമ്പോൾ അതേ ലെവലിൽ നിങ്ങൾ കൊട്ടേഷൻ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന റേറ്റ് കൂടുതലും അവർ പറയുന്ന റേറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ നമ്മളെ വർക്കിന് കൂടുതലാണെന്ന് ഉള്ളൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയലും കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.